പന്തളം കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്രത്തിലെ അടവി മഹോത്സവത്തിൽ കാലൻ കോലം കെട്ടാൻ 2 തവണ നിയോഗം ലഭിച്ചതിന്റെ ആത്മനിർവൃതിയിലാണ് കുരമ്പാല സ്വദേശി രാജ്മോഹൻ. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അടവിയിൽ അപൂർവമായാണ് ഇത്തരമൊരു സൗഭാഗ്യം ലഭിക്കുന്നത്. പന്തളം കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്രത്തിലെ അടവി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പടയണിയിൽ കാലൻ കോലം ഇറങ്ങിയപ്പോൾ കാലനാകാൻ രാജ്മോഹന് ലഭിച്ചത് ഇത് 2ാമത് നിയോഗം. പന്തളം കുരമ്പാല പൊയ്കയിൽ വീട്ടിൽ KN മോഹനന്റെയും രമാദേവിയുടെയും ഇളയ മകനായ രാജ്മോഹൻ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അടവിയിൽ ഇത് 2ാം തവണയാണ് രാജകോലമായ കാലനായി എത്തിയത്. സിവിൽ എഞ്ചിനീയറായ രാജ്മോഹൻ 20ഓളം വേദികളിൽ ഇതുവരെ കാലൻ കോലം കെട്ടിയിട്ടുണ്ട്. ഇത്തവണ ഗണപതി കോലത്തിലും പുള്ളിമാടൻ കോലത്തിലും രാജ്മോഹൻ കളത്തിലെത്തിയിരുന്നു. വിനോദരൂപങ്ങളായ മാസപ്പടിയും പ്രവർത്തിയാരും കുഞ്ഞിരിക്ക മഹർഷി എന്നിവയ്ക്കും മുടിയാട്ടത്തിനും രാജ്മോഹൻ കളത്തിലുണ്ടായിരുന്നു. വേലകളിയിലും തപ്പുമേളത്തിലും കോലപ്പാട്ടിലും രാജ്മോഹനുണ്ട്. പുരാണ പ്രസിദ്ധമായ മാർക്കണ്ഡേയ ചരിതമാണ് കാലൻ കോലത്തിലൂടെ അവതരിപ്പിച്ചത്. അനുഷ്ഠാനമായ കാലൻ കോലം മരണത്തിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന വിശ്വാസം പടയണിക്കരകളിൽ കാലൻ കോലത്തിന് പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കടമനിട്ട, ഇലന്തൂർ എന്നിവിടങ്ങളിലേതുപോലെ കുരമ്പാലയിലും കരിമുഖത്തോടെ 3 മുഖങ്ങളായാണ് കാലൻ കോലം എത്തുന്നത്. കോലക്കാരൻ കാലനായും ശിവനായും പകർന്നാടുന്നു. തുടക്കത്തിൽ മാർക്കണ്ഡേയനെ തേടി ഓടിയെടുക്കുന്നത് കാലനാണ്. പോരുമുറുകുന്നതോടെ കളത്തിലെ സഹായി ശിവനായി മാറുന്നു. കാഴ്ചയുടെയും അനുഭവത്തിന്റെയും വൈവിധ്യങ്ങൾ വേറെയും വ്യാഖ്യാനങ്ങൾ ഈ രംഗത്തിന് നൽകുന്നുണ്ട്. 1000 മൃത്യുഞ്ജയ ഹോമം കാണുന്നതിന് തുല്യമാണ് ഒരു കാലൻ കോലം തുള്ളിയൊഴിയുന്നത് കണ്ടാലെന്നും വിശ്വാസമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.